കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ പണം തൽക്കാലം നമുക്ക് ചെലവാക്കണ്ട. അടുത്ത തവണ 1 കോടി വേണം ചോദിക്കാൻ. ആരോട് ചോദിക്കാൻ? ചോദിക്കാനുള്ളവരൊക്കെ പോയില്ലേ? ശ്രീലക്ഷ്മി എവിടെ പോയാലും നമുക്കിത് തുടരാവുന്നതേ ഉള്ളൂ. രീതിയും ശൈലിയും ഒന്ന് മാറ്റിപ്പിടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു കാര്യം മറ്റാരും അറിയാതെ നോക്കണമെന്നുള്ളതാ വലിയ കാര്യം. ആരും അറിയാൻ പോകുന്നില്ല. അയ്യോ അയ്യോ, എടുത്ത് മടക്കി വെക്കാൻ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്നു മുതലേ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അമ്മയോ? രേഖയുടെ അമ്മ അപ്പുറത്തെ റൂമിൽ കിടക്കട്ടെ. അതല്ലേ ഗസ്റ്റ് റൂം. രഘു പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ. നമ്മൾ താമസിക്കുന്ന റൂം അല്ലേ ഇത്? രേഖയുടെ അമ്മ വന്നപ്പോ ഞാൻ കുറച്ചു ദിവസത്തേക്ക് മാറി എന്നല്ലേ ഉള്ളൂ. ഗർഭാവസ്ഥയിൽ അമ്മയുടെ പരിചരണം വേണോന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് മാറ്റിയത് രേഖയുടെ അമ്മ തന്നെയല്ലേ? അപ്പുറത്തെ റൂം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രേഖയുടെ അമ്മ അപ്പുറത്ത് പൊയ്ക്കോളൂ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാടില്ല. രഘു ഒരു 10 മിനിറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വരച്ചിട്ട് ഞാൻ വിളിക്കാം. ബെഡ്ഷീറ്റ് ഒന്നും മാറ്റണ്ട, എനിക്കിതേ ഈ ബെഡ്ഷീറ്റ് മതി. രഘു, എന്റെ തുണികളും സാധനങ്ങളും എല്ലാം ഈ മുറിയില. പെട്ടെന്നെല്ലാം എടുത്തുകൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകുന്നത് നടപടിയുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് ഒരു രാത്രി കൂടി രഘു അവിടെ കിടക്ക. നാളെ രാവിലെ ഞാൻ മാറിത്തരാം. അതെ രഘു, ഇന്ന് ഒരു ദിവസം കൂടി രഘു അപ്പുറത്ത് കിടക്കണം. ഓക്കെ, എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഇന്നൊരൊറ്റ രാത്രി. നാളെ ന്യായം പറഞ്ഞോണ്ട് വരരുത്. രേഖ, രേഖ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പെട്ടെന്ന് മാറ്റം. രശ്മി, താൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നില്ല, എന്റെ കൂടെ വരുന്നു. ഡ്രൈവർ, ബസ് നിർത്തൂ, സ്റ്റോപ്പ് ഇറ്റ്.
ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു. ശ്രീലക്ഷ്മി തന്നെ വിട്ടു പോയാ രവിവർമ്മൻ പിന്നാലെ പാഞ്ഞെത്തി വണ്ടി തടയും. ഇത് കാലം മാറിപ്പോയി. കൺമണിയെ തിരക്കി രവിവർമ്മൻ ഒരിക്കലും വഴിയിൽ വണ്ടി തടയില്ല, ഒരിക്കലും. എന്താ അവിടെ? ആരോ ഒരാൾ കാർ കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈശ്വരാ, സാറ് വന്നതായിരിക്കോ? രവി സർ, ഡോറൊന്ന് തുറക്കൂ. സർ, ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുതെന്ന് കരുതിയതാ. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. സാറിനെ തിരികെ വിളിക്കണേന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, കൊതിച്ചു. ഈശ്വരന സാറിനെ കൊണ്ടിങ്ങനെ തോന്നിപ്പിച്ച് എനിക്ക് സാറിന്റെ കൂടെ ജീവിച്ച് മതിയായില്ല ഇതുവരെ. ശരിയാണ്, ഇത് ഒരു ഈശ്വര നിശ്ചയം തന്നെയാണ്. കാരണം തന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എന്റെ ശ്രീലക്ഷ്മിയെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു. ശ്രീലക്ഷ്മിയുമായിട്ടുള്ള എന്റെ പ്രണയത്തിന് തന്റെ ജീവിതവുമായിട്ട് കുറെ സാമ്യതകളുള്ളതായി ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു. സത്യം, ശ്രീലക്ഷ്മിയും കൺമണിയും ഒരേ ജീവിതം ജീവിക്കുന്നത്. സാറിനത് അറിയില്ലെന്ന് മാത്രം. നിങ്ങൾ രണ്ടും രണ്ടാണ് എന്ന് എത്ര തവണ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും പലപ്പോഴും എന്റെ പിടിവിട്ടു പോയിട്ടുണ്ട് കൺമണി. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അതിന്റെ ഉത്തരം ഞാൻ പറയാം സർ. ഇനി എന്റെ കാര്യത്തിൽ സാറിന് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. സാറിന്റെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു. ഇത് ഞാൻ തന്നെയാ, സാറിന്റെ സ്വന്തം ശ്രീലക്ഷ്മി തന്നെ. അതെ സർ, സത്യം. ഞാനിനി ആരൊക്കെയായി മാറിയെന്ന് പറഞ്ഞാലും സാറിന്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും. ഞാൻ കൺമണിയല്ല, ശ്രീലക്ഷ്മിയാ. ശ്രീലക്ഷ്മി മാത്രം. കാരണം ശ്രീലക്ഷ്മിക്ക് മറ്റൊരാളായിട്ട് മാറാൻ പറ്റൂ. സാറിനോടുള്ള ശ്രീലക്ഷ്മിയുടെ പ്രണയത്തിന് ഒരിക്കലും മറ്റൊന്നായി മാറാൻ കഴിയില്ല.
പക്ഷെ എന്തിന്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പറയാം. എന്റെ ഭർത്താവിന്റെ ജീവൻ ആപത്തുണ്ടാക്കാൻ മാത്രം ശത്രുക്കൾ ഇറങ്ങി തിരിച്ചു എന്നറിഞ്ഞപ്പോ മുതല് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു, എന്നെ കൊണ്ട് അതിനെ തടയാൻ കഴിഞ്ഞ അത് ചെയ്യണമെന്ന്. പക്ഷേ ശ്രീലക്ഷ്മിയായി നിന്ന് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ലെന്ന ബോധ്യം വന്നപ്പോ ഒരു കൺമണിയുടെ വേഷം ഞാൻ മനഃപൂർവ്വമായി എടുത്തണിയായിരുന്നു. സാറിനെ രാഗസുധയിൽ നിന്ന് രക്ഷിക്കണം എന്നല്ലാതെ വേറൊന്നും ഞാനപ്പോ ആലോചിച്ചല്ല എന്നുള്ളതാ സത്യം. പക്ഷേ താനൊരിക്കലും സമ്മതിക്കുന്നു, ഈ കാര്യം തുറന്നു പറയേണ്ട സാഹചര്യത്തിലൊന്നും ഞാൻ സാറിനോട് ഇത് പറഞ്ഞില്ല. തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്നോട്. മാപ്പ്. എന്താ ഇത്? ശ്രീലക്ഷ്മി, അപ്പോ താനെന്റെ ശ്രീലക്ഷ്മി തന്നെയാണല്ലേ? എന്റെ ശ്രീലക്ഷ്മി. എന്താ അവിടെ? ആരോ ഒരാൾ കാർ കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈശ്വര, രവി സാർ. രാജാറാം സാർ, ഒന്ന് തുറക്കോ. സാറെന്താ ഇവിടെ? എന്താ മേഡം, വല്ലായ്മ വേണ്ടിട്ട് രവിവർമ്മനെ ഇവിടെ പ്രതീക്ഷിച്ചതെന്ന് തോന്നുന്നു. ഞാനത് സാരമില്ല, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇനിയും ദൂരേക്ക് പോയാൽ ആ പ്രതീക്ഷ പോലും ഒരിക്കലും ശ്രീലക്ഷ്മി മേഡത്തിന് വേണ്ടെന്ന് പറയാനാ വണ്ടി തടഞ്ഞു നിർത്തി ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. നോക്കൂ, ഇന്ന് പകൽ മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത് നല്ലതിനാവില്ല ശ്രീലക്ഷ്മി മേഡം. ഇങ്ങനെ തോറ്റമ്പി മടങ്ങിപ്പോവാതെ രവി സാറിനോട് മാഡം താൻ ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞേ പറ്റൂ. പക്ഷെ സാർ, ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ ആ സത്യം പറഞ്ഞാലും രവി സാർ ചിലപ്പോ വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കും. സത്യം ശ്രീലക്ഷ്മിയുടെ സ്വന്തം നാവുകൊണ്ട് പറയണമെന്ന് മാത്രം. അല്ലെങ്കിൽ ഇത്രയും നാളും രവിവർമ്മന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രീലക്ഷ്മി മേഡം ചെയ്തതൊക്കെ വെറുതെ ആവുമെന്ന് ഞാൻ പറയും. പക്ഷെ രാഗസുധ ഇപ്പോഴും ജയിലിലല്ലേ? സമ്മതിക്കുന്നു. രാഗസുധയിൽ നിന്ന് രവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളപ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള രവിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് എന്നെ ഇപ്പോൾ അലട്ടുന്നത്. ഈ മടങ്ങിപ്പോക്കിൽ
മാഡം ഒന്ന് മാത്രം ഓർത്തോളൂ. ശത്രുക്കളുടെ കൈകൊണ്ടല്ല രവിവർമ്മൻ ഇനി ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിലായിരിക്കും. ആത്മഹത്യ എന്ന സ്വയം ശിക്ഷ തന്നെ. എനിക്കെന്റെ ശ്രീലക്ഷ്മി ജീവനോടെ വേണം. നിങ്ങളെ കാണുന്ന രവിക്ക് ഇപ്പൊ പകുതി ജീവനേ ഉള്ളൂ. ബാക്കി പകുതിയുള്ളത് ഇവിടെ എവിടെയാണ്? അത് കണ്ടെത്താനാ ഞാൻ ഈ മഞ്ഞിലും തണുപ്പിലും കഴിയുന്ന. ശ്രീലക്ഷ്മിയെ കൊണ്ടല്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല. ഒരു കൺമണിയെ ബസ് കയറ്റിവിടാൻ രവിവർമ്മന് കഴിയും. പക്ഷേ സ്വന്തം ഭാര്യയെ മനസ്സിൽ നിന്ന് ഇറക്കിവിടാൻ രവി എന്ന ഭർത്താവിന് കഴിയില്ല. എന്തെങ്കിലും മാഡം ഈ നാട്ടിൽ തിരിച്ചു വരികയാണെങ്കിൽ അന്ന് രവിചന്ദ്രവർമ്മൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്നർത്ഥം. ഇനി മാഡം തീരുമാനിക്കും. താൻ ശ്രീലക്ഷ്മിയാണെന്ന സത്യം മറച്ചു വെച്ചതുകൊണ്ട് മാത്രം ആ മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുക്കണോ? കൊടുക്കണോ മാഡം? ഉത്തരം പറയൂ. എന്താടോ താൻ പോയില്ലേ? ബസ് ബ്രേക്ക് ഡൗൺ ആയോ? അതോ താൻ നിർത്തി ഇറങ്ങിയെന്നാണോ? എന്താ പറ്റിയെന്ന് പറയേ. പാതിരാത്രിക്ക് ഒരുമാതിരി തനിക്കെന്തോ വാതുറന്ന് മിണ്ടിയ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് ഉറപ്പിക്കാതെ കാര്യം പറ കൺമണി. കൺമണിയല്ല, ശ്രീലക്ഷ്മി. What do you say?
താൻ കൺമണിയല്ലേ അപ്പൊ? ശ്രീലക്ഷ്മിയാണോ താൻ?